ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 മരക്കൊമ്പ് വേണം കേട്ടോ. അപ്പോൾ ചെറിയ ചുള്ളിക്കമ്പുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയേക്കാണ്. പക്ഷേ ഞാൻ വിചാരിച്ച രീതിയിലുള്ള ചുള്ളിക്കമ്പൊന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ കുറച്ച് അധികം വണ്ണമില്ലാത്തത് എന്നാൽ സൈഡിലേക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ശിഖരങ്ങളൊക്കെ ആയിട്ട് നിൽക്കില്ലേ, ആ ഒരു രീതിയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ മരക്കൊമ്പിന് അത്ര ഷേപ്പൊന്നും തോന്നിയില്ലായിരുന്നു. പിന്നെ നമ്മൾ പണ്ടെടുത്തിട്ടുള്ള ഒരു ബാമ്പൂ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. ആ ചുള്ളിക്കമ്പുകളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഇത് കിട്ടിയ. ഞാൻ കുറേ നാൾക്ക് മുമ്പ് ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാമ്പൂ സ്റ്റിക്കൊക്കെ വെച്ചിട്ട്. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ളൊരു പീസാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അതൊന്ന് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ 2 പീസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ശക്തി ഉള്ളതുകൊണ്ട് അതിങ്ങനെ ഒടിച്ചെടുക്കാനായിട്ടൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ ഡാഡിനോട് പറഞ്ഞ് അത് 2 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ പഞ്ഞി വെച്ചിട്ട് നമ്മുടെ ആ 2 കമ്പുകളുണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ 2 പീസ് എടുത്തതെന്ന് വെച്ചാൽ 2 ക്രാഫ്റ്റ് ചെയ്യാനായിട്ടായിരുന്നു. പക്ഷേ ഒരെണ്ണം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു പീസ് അവിടെ തന്നെ എടുത്ത് വെച്ചേക്കാണ്. നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു കാർഡ്ബോർഡ് പീസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഒരു കാർഡ്ബോർഡിൽ നിന്നായിട്ട് ഞാൻ ഇതുപോലെ സ്റ്റാർ ഷേപ്പിലൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി ആ ഒരു ഷേപ്പിൽ കുറച്ചുകൂടി പീസ് കട്ട് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. ഞാനിപ്പോൾ അധികം കട്ടിയില്ലാത്തൊരു കാർഡ്ബോർഡ് പീസാണ് എടുത്തേക്കുന്നത്. എന്തോ കേക്ക് വാങ്ങിയപ്പോൾ അതിൻ്റെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അതിങ്ങനെ കീറിയെടുത്തതാണ് കേട്ടോ. അങ്ങനെ ഒരേ സൈസിലുള്ള 3 എണ്ണം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ഞാൻ കുറച്ചുകൂടി സൈസ് കുറഞ്ഞതാണ് എടുത്തേക്കുന്നത്. പിന്നെ വേറൊന്ന് ആ ഒരു അളവ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പീസ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകെ 5 സ്റ്റാർ ഷേപ്പിലുള്ള പീസാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ 5 പീസും ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു കളർ പേപ്പർ വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് കളറിലെ പേപ്പറാണ് എടുത്തേക്കുന്നത്. അതിൽ നിന്നായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള പീസ് ഉണ്ടല്ലോ അതിൻ്റെ സൈസിൽ കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ കാർഡ്ബോർഡ് പീസിൻ്റെ 2 സൈഡിലേക്കായിട്ട് നമുക്ക് ഈ ഒരു കളർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 5 പീസാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ 2 സൈഡിലും ഒട്ടിക്കാനായിട്ട് നമുക്ക് 10 പീസ് കളർ പേപ്പർ വേണം കേട്ടോ. അങ്ങനെ നമ്മുടെ കളർ പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ കാർഡ്ബോർഡ് പീസിൻ്റെ 2 സൈഡിലേക്കായിട്ട് നമുക്ക് ആ ഒരു പേപ്പർ പീസ് കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു വാൾ ഹാങ്ങിങ് ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പിന്നെ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. അതുപോലെ സിമ്പിളാണെങ്കിലും അതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയാണ്. പിന്നെ ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ ചില പീസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മളതിൻ്റെ സൈഡൊക്കെ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് അടിപൊളിയാക്കി എടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ 5 കുഞ്ഞൻ സ്റ്റാർസ് ഇതുപോലെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യം നമ്മൾ പഞ്ഞിയൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മുളയുടെ പീസ് ഉണ്ടല്ലോ അതുമേലായിട്ട് ഇതൊക്കെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ പീസിനും ഒരു കുഞ്ഞൻ ഹോളിട്ട് കൊടുക്കണം. ഇതുപോലെ ഒരു സൈഡിലേക്കായിട്ട് നമുക്കൊരു ഹോളിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഹാങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വൂളൻ ത്രെഡാണ് എടുക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഓരോ പീസിലേക്ക് നമുക്ക് ഒരു വൂളൻ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്തെടുക്കാം. അങ്ങനെ 5 എണ്ണത്തിലും ഇതുപോലെ നമ്മളൊരു ഹാങ്ങിങ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ബാമ്പൂ സ്റ്റിക്കിലേക്കായിട്ട് അതൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 3 എണ്ണം കുറച്ച് വലിപ്പത്തിലുള്ളതും പിന്നെ 2 എണ്ണം സൈസ് കുറഞ്ഞ രീതിയിലാണല്ലോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം വലിയ സൈസിലുള്ള സ്റ്റാറാണ് നമ്മൾ ഇതുപോലെ ഹാങ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ അടുത്തത് ചെറിയ സ്റ്റാർ ഉണ്ടല്ലോ അത് ഹാങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. എല്ലാം ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വോളിലൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഹാങ്ങിങ് കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി കേട്ടോ. എനിക്കതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ അത്ര ഇഷ്ടമായില്ലായിരുന്നു. ഭയങ്കര തൃപ്തിയൊന്നും വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു വൈറ്റ് കളർ കാണുന്ന ഭാഗം ഉണ്ടല്ലോ നമ്മൾ പഞ്ഞിയൊക്കെ ഒട്ടിച്ചെടുത്തില്ലേ, അവിടെ ആയിട്ട് ബ്ലാക്ക് കളറിൽ വൂളൻ ത്രെഡ് വെച്ചിട്ടൊന്ന് ചുറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ ഒന്ന് ഇടവിട്ട് ഇങ്ങനെ ബ്ലാക്കും വൈറ്റും വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തത്. പിന്നെ മുകളിലേക്കായിട്ട് നമ്മൾ ഹാങ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു സംഭവം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഒന്ന് തൃപ്തിയായത്. ഇതിപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ വോൾ ഹാങ്ങിങ്ങിൻ്റെ പണി അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. എന്നാൽ കാണാനായിട്ട് നല്ല ക്യൂട്ടല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.